നമസ്കാരം. ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് സ്റ്റഫ്ഡ് ബനാന ബീഫാണ്. എല്ലാവർക്കും സുപരിചിതമായ ഇപ്പോൾ ട്രെൻഡിങ് ആയ ഒരു വിഭവമാണല്ലോ പഴംപൊരിയും ബീഫും. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടേതായ രീതിയിൽ നമുക്ക് വാഴയിലയിൽ അതിനെ ഒന്ന് സ്റ്റഫ് ചെയ്തെടുക്കാം. നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 10 കാഷ്നട്ട് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്കതിനെ നെയ്യിൽ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കാഷ്നട്ട് നെയ്യിൽ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മളൊരു 2 പഴം ഹാഫ് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഉടച്ചു വെച്ച പഴത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ചെറിയ ജീരകം. പഴത്തിൻ്റെ മധുരമനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ മുന്നേ വറുത്ത് വെച്ച കാഷ്നട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ പഴം മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. നമ്മുടെ പഴം മിക്സ് നമുക്ക് നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ മുന്നേ കാഷ്നട്ട് ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നെയ്യ് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. അല്പം നെയ്യ് നമ്മുടെ പാനിനകത്തുണ്ട്. അതിൽ തന്നെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. നമ്മൾ പഴം തീരെ വേവ് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇനി നമ്മളത് സ്റ്റഫ് ചെയ്ത് നമ്മൾ വാഴയിലയിൽ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ആ പഴത്തിൻ്റെ ഒരു ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹാഫ് ബോയിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഴം മിക്സ് നെയ്യിൽ നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. അധികം വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ പഴം മിക്സ് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ബനാന മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴയിലയിൽ സ്റ്റഫ് ചെയ്തെടുക്കാം. ആദ്യമായി വാഴയില ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഏത്തപ്പഴം മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ വാഴയില റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. നമ്മുടെ മലയാളികളുടെ വികാരമായ ബീഫ് ഫ്രൈ നമ്മൾ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അത് നമ്മൾ ഈ പഴം മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്തും എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ബീഫ് റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ എരിവ് നിങ്ങളുടെ ഓരോ അഭിരുചിക്കനുസരിച്ച് എരിവ് ചേർക്കുക. ഞാനിവിടെ അല്പം എരിവ് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അല്പം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് ബനാന ബീഫ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതീയിൽ നമ്മൾ നോൺ സ്റ്റിക്കിൽ പാനിൽ വെച്ചിട്ട് നമുക്ക് ഒരു 4 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഏകദേശം 6 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം.
നമ്മുടെ സ്റ്റഫ്ഡ് ബനാന ബീഫ് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അവസാനമായി ഗാർണിഷിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം മിക്സർ ചേർത്ത് കൊടുക്കാം. നമ്മളിന്ന് പാകം ചെയ്ത നമ്മുടെ സ്റ്റഫ്ഡ് ബനാന ബീഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഡിഷ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്യുക. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു 4 മണി പലഹാരം കൂടിയാണിത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു നാടൻ വിഭവവുമായി വീണ്ടും കാണാം. ബൈ.